ഹായ് ഓൾ. എൻ്റെ വീട് മേടിച്ച സാഹചര്യം ഒരു കണ്ടൻറ്റ് രൂപത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അവതരിപ്പിക്കാമെന്ന് ചിന്തിക്കുകയാണ്. കാരണം ഒരുപാട് പേര് എൻ്റെ കൂട്ടത്തിൽ വന്ന എൻ്റെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ ഇവരൊക്കെ വീട് മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിലുപരി പുതുതായിട്ട് വരുന്ന ആളുകൾ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഏത് സാഹചര്യത്തിലുള്ള ആളുകളാണെങ്കിലും വീട് മേടിക്കാനായിട്ട് ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് മൊത്തമായിട്ട് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹൗസ് പ്ലാനിങ് ജേണി എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള ഒരു ഭാഗമാണ്. 2018 ഞാൻ കാനഡയിലോട്ട് വരുന്നത്. ഏകദേശം 2023 തുടക്കത്തിൽ PR കിട്ടി. ഓൾമോസ്റ്റ് ഒരു 6 to 8 months എനിക്ക് ഒരു വീട് മേടിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിന് ഞാൻ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു കണ്ടൻറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് 2018 തൊട്ട് എന്താണ് കനേഡിയൻ ഹോംസ്, കാനഡയിൽ ഒരു വീട് മേടിക്കാനുള്ള കാര്യങ്ങൾ, വീടുകളുടെ അഡ്വാൻറ്റേജസ് എന്താണ്, എന്തൊക്കെയാണ് ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ടേംസ് RRSP, TFSA, FHSA വന്നത് റീസെൻ്റാണ്. അതിൽ കൂടുതലായിട്ടും ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് RRSP, TFSA പോലുള്ള അക്കൗണ്ടുകളായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ രജിസ്റ്റേർഡ് അക്കൗണ്ടിൽ പൈസ ഇട്ടിരുന്നാൽ കുറേ കൂടി അഡ്വാൻറ്റേജ് ആയിരുന്നിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നിരുന്നാലും ബാക്ക് ഹോം എൻ്റെ പേരൻസിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഞാൻ പൈസ മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചത് നാട്ടിലെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലായിരുന്നു. അപ്പോൾ എല്ലാ മാസവും ഏകദേശം ഒരു $50,000 50,000 കണക്കിന്, അതായത് ഓൾമോസ്റ്റ് ഒരു $900 റേഞ്ചിൽ നാട്ടിൽ പോസ്റ്റ് ഓഫീസിൽ ഏകദേശം 10% ഇൻട്രസ്റ്റ് റേറ്റിൽ ഞാൻ സേവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ 10% ഇൻട്രസ്റ്റ് റേറ്റിൽ 3 വർഷത്തോളം ഇടുക, ഏകദേശം 24 ലക്ഷം രൂപയോളം ഇന്ത്യൻ അക്കൗണ്ടിലുണ്ടായിരുന്നു. അപ്പം ഞാനിത് നാട്ടിൽ നിക്ഷേപിച്ചത് 48 രൂപ തൊട്ട് 65 രൂപ വരെയും ഒരു കനേഡിയൻ ഡോളറിന് കിട്ടുന്ന സാഹചര്യത്തിലാണ് ചെയ്തത്. അപ്പോൾ 23 വീട് മേടിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കുറച്ചും കൂടി ഇൻവോൾവ് ആയത്. അപ്പോൾ നാട്ടിൽ ഇത്രയും പൈസ ഇരിക്കുന്നത് കൊണ്ട് ആ പൈസ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ഭാഗം നടക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഏകദേശം 2021 തുടക്കത്തിൽ RRSPനെ പറ്റി ഞാൻ കൂടുതൽ പഠിക്കുകയുണ്ടായി, TFSAനെ പറ്റി കൂടുതൽ പഠിക്കുകയുണ്ടായി. അപ്പോൾ സിൻജോബിലൊക്കെ വർക്ക് ചെയ്ത സാഹചര്യത്തിൽ നമുക്ക് RRSP റൂം ജനറേറ്റഡ് ആയിട്ടുണ്ട്. ഈ RRSP റൂമിലേക്ക് പ്രോപ്പറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ എന്തോ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് എനിക്കന്ന് മനസ്സിലായി. കൂടുതൽ ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തും സുഹൃത്തുക്കളുടെ അടുത്തും ചേട്ടായിയുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തിരിഞ്ഞൊരു കാര്യം, കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതിന് തതുല്യമായ ടാക്സ് ഗവൺമെൻറ് നമുക്ക് തിരിച്ചു തരുമെന്നൊരു ഭാഗമാണ്. ഇപ്പോൾ വീട് മേടിക്കുന്ന ജേണിയിൽ അപ്പോൾ ഞാനും ഒരു TFSA അക്കൗണ്ട് 2020-21 സാഹചര്യത്തിൽ ഓപ്പൺ ചെയ്തു. അതുകൂടാതെ നാട്ടിലും കുറച്ച് പൈസ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് മേടിക്കുന്ന ഡൗൺ പേയ്മെൻറ്റിന് എൻ്റെ ഡൗൺ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ രജിസ്റ്റേർഡ് അക്കൗണ്ടിൽ ഞാനിട്ട എമൗണ്ട്സും നാട്ടിൽ സേവ് ചെയ്ത ഒരു നിശ്ചിതമായ ഈ ഒരു തുകയുമാണ്. ഏകദേശം 27 ലക്ഷം രൂപയോളം അതുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഉൾപ്പെടെ. അപ്പോൾ നാട്ടിൽ നിന്ന് അതിങ്ങോട്ട് ഞാൻ എടുക്കുകയുണ്ടായി. എടുത്ത സാഹചര്യത്തിൽ എനിക്ക് വന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് 48 രൂപ തൊട്ട് 65 രൂപ വരെ ഒരു കനേഡിയൻ ഡോളറിന് ട്രാൻസ്ഫർ ചെയ്ത രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷേ തിരിച്ച് $67 റുപ്പീസ് പെർ $1 എന്ന രീതിയിലാണ് ഇങ്ങോട്ട് എടുക്കേണ്ടി വന്നത്. അപ്പോൾ അവിടെ തന്നെ എനിക്കതൊരു ഹ്യൂജ് സ്ട്രക്ക് ആയിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ചുകൂടി നന്നായിട്ട് TFSAനെ പറ്റി അന്ന് അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ എനിക്ക് കാനഡയിൽ തന്നെ ഈ പറയുന്ന പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഇതിന് പുറമെ ചെറിയ ചെറിയ ചിട്ടികളും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിട്ടികളെപ്പറ്റി ഒരുപാട് ഐഡിയ ഒന്നും ഇല്ലെങ്കിലും പിന്നീട് ഇതിനെപ്പറ്റി എന്താണെന്ന് കൂടുതൽ ഞാൻ പഠിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ പൈസ സേവ് ചെയ്യുന്നതിൻ്റെ പർപ്പസാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വീട് മേടിക്കാനാണോ, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണോ, നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. വീടിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വീട് മേടിക്കാൻ തീരുമാനിക്കുന്നതിന് തൊട്ട് 3 മാസം മുൻപല്ല ഒരു പ്ലാനിങ് തുടങ്ങേണ്ടത്. ഇത് നേരത്തെ കൂട്ടി തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു പ്ലാനിങ്ങിൻ്റെ ഫ്ലോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രോപ്പറായിട്ട് രജിസ്റ്റേർഡ് അക്കൗണ്ടുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷന് തതുല്യമായ ടാക്സ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതും പ്രോപ്പറായിട്ട് നിങ്ങൾ TFSA ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുക.
ഇപ്പോൾ 2023 FHSI ഇൻട്രൊഡ്യൂസ്ഡ് ആയി. FHSIയുടെ അഡ്വാൻറ്റേജസും മനസ്സിലാക്കുക, പ്രോപ്പറായിട്ട് അതിലും പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പം ഞാൻ ചെയ്ത കാര്യത്തിൽ ചെയ്തതിലൊരു മണ്ടത്തരമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പോസ്റ്റ് ഓഫീസിൽ ഞാൻ കാനഡയിൽ വീട് മേടിക്കാനായിട്ട് പൈസ സേവ് ചെയ്ത ഒരു കാര്യവും ചിട്ടിക്ക് വേണ്ടി ഇറക്കിയ ഒരു ഭാഗവുമാണ്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റയർ കാര്യങ്ങൾ എനിക്ക് പ്രോഫിറ്റിൽ തന്നെയാണ് കാനഡയിൽ ഒരു വീട് മേടിക്കാൻ സാധിച്ചത്. അപ്പോൾ പൈസ സേവ് ചെയ്യാനായിട്ട് റിയലി ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എന്താണെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. അതിനുശേഷം ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക. അങ്ങനെയാണ് ഈ പറയുന്ന പ്ലാനിങ്ങിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് നിങ്ങൾ ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. മുന്നോട്ട് പോകുമ്പോൾ പീരിയോഡിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ടുള്ള സേവിങ്സുകളോ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് അക്കൗണ്ടുകളിലേക്ക് ഇടാം. ഗവൺമെൻറ്റിലെ മാക്സിമം ബെനിഫിറ്റ് കളക്ട് ചെയ്യുക. ഇപ്പോൾ 2021 ഞാൻ ഈ രജിസ്റ്റേർഡ് അക്കൗണ്ടുകളിലേക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എൻ്റെ അടുത്ത് കോമൺ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ RRSPയിൽ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 15 വർഷത്തിനുള്ളിൽ ഇത് ഞാൻ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വീണ്ടും എനിക്ക് അവിടെ ആ ഒരു ഡിസിഷൻ എടുക്കാൻ ഇച്ചിരി സ്റ്റക്കായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അതിനെപ്പറ്റി പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 15 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം, പക്ഷേ അതിന് കിട്ടിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ഓൾമോസ്റ്റ് 2022 സാഹചര്യം വെച്ച് $35,000 ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന് പറയുന്ന ബെനിഫിറ്റ് എനിക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഞാനിത് ചെയ്തിട്ടില്ല എങ്കിൽ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും എനിക്കവിടെ ലഭ്യമാവില്ല. അപ്പോൾ ഈ പറയുന്ന 15 വർഷത്തിനുള്ളിൽ ഈ പൈസ തിരിച്ചടയ്ക്കണം എന്നൊരു കാരണം കൊണ്ട് ഞാൻ ആ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാതിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് അഫക്റ്റഡ് മീ. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിച്ച് എന്താണ് അങ്ങനെ പറയാനുണ്ടായ സാഹചര്യത്തിൻ്റെ ഒരു ഫാക്ട് സെർച്ചിലാണ് അവർ പറഞ്ഞതിൽ ഒരുപാട് മിസ്മാച്ച് ഉണ്ട് എന്നും ഇൻഫർമേഷൻ കറക്റ്റ് അല്ല എന്നുള്ളൊരു പിക്ചർ എനിക്ക് വന്നു. ശേഷം ഇതിനെപ്പറ്റി പഠിച്ച് ഓരോരോ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഞാൻ ചെയ്യുകയുണ്ടായി. ഇപ്പം ഓവറോൾ ഹോം പർച്ചേസിൽ ഒരുപാട് പൈസയൊന്നും കയ്യിൽ നിന്ന് പോയിട്ടില്ല. കോവിഡ് ടൈമിലായതുകൊണ്ട് തന്നെ എൻ്റെ പോർട്ട്ഫോളിയോസൊക്കെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത്. ഇപ്പോൾ വീട് മേടിച്ച സാഹചര്യത്തിൽ എനിക്കതൊരു ഒരുപാട് അഡ്വാൻറ്റേജ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഹൗസ് പർച്ചേസിൽ പ്രോപ്പർലി ഫണ്ടഡ് RRSP ഉണ്ടായിരുന്നു, പ്രോപ്പർലി ഫണ്ടഡ് FHSA ഉണ്ടായിരുന്നു. അതിന് പുറമെ എക്സസ് ആയിട്ട് വന്ന എമൗണ്ടുകൾ TFSA ത്രൂവും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിട്ടേണും ഗവൺമെൻറ്റൽ ബെനിഫിറ്റ്സും റീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ഹോം പർച്ചേസ് ജേണി ഞാൻ ഇച്ചിരി കൂടി സിമ്പിളാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എൻ്റെ ഒരു ലിവിങ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം രജിസ്റ്റേർഡ് അക്കൗണ്ടുകളിലേക്കൊന്നും പ്രോപ്പറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിങ്ങളത് എന്തിൻ്റെ ബേസിസിലാണ് ഇങ്ങനെയുള്ള സജഷൻസ് ഓരോരുത്തരും പറയുന്നതെന്നുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ മനസ്സിലാക്കി വയ്ക്കുക. കാരണം അൾട്ടിമേറ്റ്ലി നമ്മളൊരു പ്രോപ്പർട്ടി മേടിച്ച് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴാണ് അയ്യോ ഞാൻ RRSPയിൽ പൈസ ഇടാതെയാണ് വീട് മേടിച്ചതെന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ എങ്ങനെയിരിക്കും? അപ്പോൾ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിന് മുൻപ് ഈ കാര്യങ്ങളെപ്പറ്റി പഠനം നടത്തുക. സ്റ്റുഡൻ്റായിട്ട് കാനഡയിലോട്ട് വരുമ്പം തന്നെ എനിക്കൊരു വീട് മേടിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ നിങ്ങളിലുണ്ടാവുക. പെർമനൻറ്റ് റെസിഡൻസി സ്റ്റാറ്റസിൽ വീട് മേടിക്കുന്നതിന് തൊട്ട് മുൻപല്ല ഇതിൻ്റെ പ്ലാനിങ് നടത്തേണ്ടത്. അപ്പോൾ ഞാനീ പറഞ്ഞ ചെറിയൊരു അനുഭവം നിങ്ങൾക്ക് കുറച്ചെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഫോളോ ഫോർ മോർ കണ്ടൻറ്റ്സ്. താങ്ക് യു.